Hello guys, welcome to my YouTube channel Fashion Fixation with Shami. It's me, Sham. സോ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് അത് നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. സോ ആദ്യത്തെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സ്കിൻ കെയറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഓഫ്കോഴ്സ് ഫേസ് വാഷിംഗ് ആണ്. നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റായിട്ട് നമ്മൾ ഒരു സ്കിൻ കെയർ ചെയ്യുമ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം. സോ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള എൻ്റെ ഫേസിലുള്ള ആക്നീസ് എല്ലാം റിമൂവ് ചെയ്യാൻ സഹായിച്ച ഒരു ഉഗ്രനായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത്. ഇസ്ഡാനമിൻ്റെ വിറ്റാമിൻ സി ഫേസ് വാഷാണ്. ആക്ച്വലി ഇത് ബ്രൈറ്റനിങ് ഫേസ് വാഷാണ്. ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ സ്കിന്നിലുള്ള കുറേ ആക്നീസ് എല്ലാം പോകാനും ആക്നെ മാർക്സ് ഒക്കെ റിമൂവ് ചെയ്യാനും ഈ ഫേസ് വാഷ് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഞാനിതൊരു 3 or 4 ടൈംസ് ഇത് വാങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഒരു ഫോർത്ത് ടൈം എന്താണ് ഞാനിത് പർച്ചേസ് ചെയ്യുന്നത്. നമുക്ക് ഓൺലൈനിലും അല്ലാതെ സ്റ്റോഴ്സിലും എല്ലാം അവൈലബിൾ ആണ്. നല്ലൊരു ഫേസ് വാഷ് ആണ്. നമ്മുടെ ഫുൾ നന്നായിട്ട് ആക്നെ കൺട്രോൾ ചെയ്യുന്നത് വിറ്റാമിൻ സി ആണ് അടങ്ങിയിട്ടുള്ളത്. നല്ലൊരു ആക്നെ കൺട്രോളിലാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊന്നുകൂടെ ബ്രൈറ്റൻ ആക്കാൻ സഹായിക്കും. എസ്പെഷ്യലി ഓയിലി സ്കിന്നുകാർക്ക് ഭയങ്കര നല്ലതാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ഓയിൽ കണ്ടൻറ്റ് എല്ലാം നന്നായിട്ട് കുറയ്ക്കാനും സഹായിക്കും. എൻ്റെ സ്കിന്ന് ഭയങ്കര ഓയിലി ആയിട്ടുള്ളൊരു സ്കിന്നാണ്. ഈ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പാണെങ്കിലും സ്കിൻ കെയർ ചെയ്യുന്നതിന് മുമ്പാണെങ്കിലും ഒക്കെ നമ്മുടെ സ്കിന്നിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിൽസ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് വാഷാണ്. നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. ആക്ച്വലി ഇതൊരു പെയ്ഡ് വീഡിയോ ഒന്നും അല്ല കേട്ടോ, പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഇതിനകത്ത് ഞാൻ കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും ഞാൻ യൂസ് ചെയ്ത എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ കാണിക്കുന്ന പ്രൊഡക്ട്സാണ്. ഫസ്റ്റ് ഞാൻ പറയേണ്ടത് വിട്ടുപോയായിരുന്നു. സോ ഇതൊരു പെയ്ഡ് വീഡിയോയേ അല്ല, പ്രൊമോഷൻ വീഡിയോ അല്ല. ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്ട്സ് മാത്രമാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. അതും ഞാൻ ജസ്റ്റ് ഒരു 1 വീക്കോ 1 മന്തോ യൂസ് ചെയ്തല്ലേ, കുറേ നാളുകളായിട്ട് യൂസ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സാണ്. അപ്പോൾ അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. ഈ മോയ്സ്ചറൈസർ നിവ്യയുടെ സോഫ്റ്റ് മോയ്സ്ചറൈസറാണ്. ഇത് ഭയങ്കര ലൈറ്റ് ക്രീമി ടെക്സ്ചറാണ് ഈ മോയ്സ്ചറൈസറിന്. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു എന്താ പറയുക, പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആകും എങ്കിൽ ഒട്ടും നമ്മുടെ സ്കിൻ ഓയിലി ആക്കി വെക്കുകയുമില്ല. അങ്ങനത്തെ ഒരു മോയ്സ്ചറൈസറാണ് കണ്ടോ. നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് ഈ മോയ്സ്ചറൈസറിന്. നല്ല മോയ്സ്ചറൈസിങ് ആക്കി വെക്കും മോയ്സ്ചറൈസറാണ്. നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഭയങ്കര എന്താ പറയുക, നല്ലൊരു ലൈറ്റ് മിൽഡ് സ്മെല്ലാണ്. ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ മടുപ്പിക്കുന്ന ഒരു ഫ്രാഗ്രൻസ് അല്ല, ഭയങ്കര ഒരു മിൽഡായിട്ടുള്ള ഒരു സ്മെല്ലാണ്. ഭയങ്കര ലൈറ്റാണ്. ഒട്ടും ഓയിലി ആക്കില്ല നമ്മുടെ ഫേസ്. അങ്ങനെ എൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഫേസ്. ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ചറിയാം, അത്യാവശ്യം നല്ല ഓയിലി ആയിട്ടുള്ള ഫേസ്. ഇപ്പം ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ലിപ്സ്റ്റിക് മാത്രമേ ഇട്ടുള്ളൂ. സോ അത് കാരണം തന്നെ ഭയങ്കര ഓയിലി ആയിട്ടിരിക്കുക ഇപ്പോൾ ഫേസ്. പക്ഷെ ഞാൻ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഈ ഓയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊഡക്ട്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ നിവയുടെ ഈ സോഫ്റ്റ് എന്ന് പറയുന്ന മോയ്സ്ചറൈസർ ഭയങ്കരമായിട്ട് നമ്മുടെ ഓയിൽ കൺട്രോൾ ചെയ്യും. നല്ല മോയ്സ്ചറൈസിങ്ങും ആയിരിക്കും നമ്മുടെ ഫേസ് എപ്പോഴും. നമ്മുടെ സ്കിൻ കെയറിൽ മെയിനായിട്ടുള്ള കാര്യം മോയ്സ്ചറൈസിങ്. നമ്മൾ എപ്പോഴൊക്കെ നമ്മുടെ ഫേസ് വാഷ് ചെയ്യുന്നു, ഡെഫിനറ്റായിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ് നല്ല ഡെഫിനറ്റായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്തിരിക്കണം. നമ്മൾ വേറെ എന്തൊക്കെ സ്കിപ്പ് ചെയ്താലും മോയ്സ്ചറൈസിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ സ്കിൻ എപ്പോഴും നമ്മൾ മോയ്സ്ചറൈസ് ചെയ്തിരിക്കണം, നല്ല മോയ്സ്ചർ ലോക്കാക്കി വെച്ചിരിക്കണം. നമ്മുടെ ഫേസ് മാത്രമല്ല നമ്മുടെ ബോഡിയും നന്നായിട്ട് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യണം. ബോഡി മോയ്സ്ചറൈസേഴ്സ് കിട്ടും, ബോഡി ലോഷൻസ്. അത് വെച്ച് ഫേസിന് വേണ്ടിയിട്ട് നമുക്ക് ഡെഫിനറ്റായിട്ടും ഈ നിവ്യയുടെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ബോഡിക്കും യൂസ് ചെയ്യാൻ പറ്റും. നിവ്യയുടെ സോഫ്റ്റ് എന്ന് പറയുന്ന മോയ്സ്ചറൈസർ നല്ല മിൽഡായിട്ടുള്ള നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്, ഇപ്പോൾ എല്ലാവർക്കും അറിയാം കൊടും ചൂടാണ്. സത്യം പറഞ്ഞാൽ പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ ഭയങ്കര മടിയാണ്. സൂര്യൻ ചേട്ടൻ ഇങ്ങനെ മുകളിലിരുന്ന്
നമ്മളിങ്ങനെ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രകാശിച്ച് നമുക്കൊക്കെ ആ ചൂടേറ്റ് പല സ്ഥലങ്ങളിൽ നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നുണ്ട്, സൂര്യാഘാതം ഏൽക്കുന്നു. അതുപോലെ തന്നെ മെയിനായിട്ട് പെണ്ണുങ്ങൾക്കുള്ള കൺസേൺ ആണ്, നമുക്കുള്ള കൺസേൺ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ടാൻ വരും, സൺ ടാൻ ഉണ്ടാകും എന്നുള്ളതാണ്. അതിന് നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഈ സമ്മറിൽ പുറത്തോട്ട് ഇറങ്ങണം എന്ന് പറയുന്നത് തന്നെ സൺസ്ക്രീൻ ഈസ് മസ്റ്റാണ്. വീടിനകത്തിരിക്കുമ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്താൽ അത്രയും നല്ലതാണ്. അതുപോലത്തെ സൺ ടാൻസ് ആണ് വരുന്നത്, അത്രയും ഭയങ്കരമായിട്ടുള്ള UV റേസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ സൺ ടാൻ ഉണ്ടാകാനായിട്ട് ഭയങ്കര എന്താ പറയുക, എക്സ്ട്രീം സൺ ടാൻ ആണ് ഉണ്ടാകുന്നത്. സോ സൺസ്ക്രീൻ ഈസ് എ മസ്റ്റ്. സോ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സൺസ്ക്രീനാണ്. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല സ്ക്രീനിൽ. ഇത് നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ. മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീനാണ് ഇത്. SPF 15 ആണ്. PA++++, 4+ ഉണ്ട്. അതുപോലെ നാസ്നമൈഡ്, വിറ്റാമിൻ B5, വിറ്റാമിൻ F ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും ഈ സൺസ്ക്രീൻ പറ്റും. ഏത് തരത്തിലുള്ള സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയൊരു സൺസ്ക്രീനാണ് ഇത്. കുറച്ച് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് തോന്നും ഇതും ഭയങ്കര ക്രീമിയാണ്. പെട്ടെന്ന് നമുക്ക് തോന്നും ഇച്ചിരി വൈറ്റ് കാസ്റ്റ് ഉണ്ടല്ലോ എന്ന്, കണ്ടോ. പക്ഷേ ഞാൻ ഫേസിലിട്ട് കാണിച്ചിട്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. കണ്ടോ, കുറച്ച് വൈറ്റ് കാസ്റ്റ് ഉണ്ടല്ലോ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. പക്ഷെ നമ്മളിത് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ കണ്ടോ, ഈസി ആയിട്ട് ആ വൈറ്റ് കാസ്റ്റ് എല്ലാം പോയി നല്ല, കണ്ടോ, ഈസി ആയിട്ടൊരു ഗ്ലോയും കൂടെ തരും. നമുക്ക് നല്ലതായിട്ട് അബ്സോർബ് ആകും പെട്ടെന്ന് തന്നെ. എസ്പെഷ്യലി നമ്മൾ സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ ഫേസിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യാൻ പാടില്ല. അങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗുണമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ബ്ലെൻഡ് ആക്കിയേ ചെയ്യാവുള്ളൂ. അപ്പോൾ ചില സൺസ്ക്രീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വൈറ്റ് കാസ്റ്റ് വരും. നമ്മൾ ബ്ലെൻഡ് ചെയ്ത് എത്ര നമ്മൾ റബ്ബ് ചെയ്താലും അത് പോയില്ല. പക്ഷേ ഇതങ്ങനെയല്ല, ഈസിലി നമ്മുടെ ശരീരത്തിലോട്ട് അബ്സോർബ് ആവുകയും അല്ലെങ്കിൽ നമുക്കൊരു കവറിങ് തരും. ഈസി ആയിട്ട് നമുക്ക് എന്താ പറയുക, റബ്ബ് ചെയ്ത് എല്ലായിടത്തും ആക്കാൻ പറ്റും. ഒരു പ്രത്യേക കവറിങ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല. നമ്മൾ ഇട്ടിട്ടുണ്ട് എന്ന് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല. സോ മിനിമലിസ്റ്റിൻ്റെ SPF 15 PA 4+ ഉള്ള സൺസ്ക്രീൻ. അതുപോലെ തന്നെ അത് നയാസിനമൈഡ് ചേർന്നിട്ടുണ്ട് കേട്ടോ. നയാസിനമൈഡ്, വിറ്റാമിൻ B5 ആൻഡ് F ഇതെല്ലാം ചേർന്നിട്ടുണ്ട്. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. എൻ്റെ സ്കിൻ ഓയിലി സ്കിന്നാണ്, ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ. എനിക്കിത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. ഞാൻ അഫ്കോഴ്സ് ഞാൻ എൻ്റെ കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. ബട്ട് ഓയിലി സ്കിൻ ടൈപ്പുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും ഞാൻ ഈ കാണിക്കുന്ന പ്രൊഡക്റ്റൊക്കെ ഓക്കെ ആയിരിക്കും. ഓൾമോസ്റ്റ് നല്ല എഫക്റ്റീവ് ആയിരിക്കും. ഇനി സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ഏത് സ്കിൻ ടൈപ്പുള്ള ആൾക്കാരും നമ്മൾ ഫസ്റ്റ് ആയിട്ടൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുക. അതിന് ശേഷം മാത്രമേ, പിന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്താലും ആദ്യത്തെ ടൈം നമ്മൾ വളരെ മൈന്യൂട്ടായിട്ടൊരു എമൗണ്ട് മാത്രമേ നമ്മൾ എടുത്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. കുറേ എടുത്ത് ആദ്യമേ യൂസ് ചെയ്യാതെ മൈന്യൂട്ടായിട്ടൊരു എമൗണ്ട് മാത്രമേ ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്കൊരു ടെസ്റ്റിങ് നമ്മൾ ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമ്മളൊരു പുതിയ കാര്യം നമ്മുടെ സ്കിന്നിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സോ ജസ്റ്റ് ഒരു മൈന്യൂട്ട് എമൗണ്ട് മാത്രമേ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് എല്ലാവരും മൈൻഡിൽ വെക്കുക. സോ നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം. സോ ഇത്രയും നേരം അപ്പം നമ്മുടെ മോർണിംഗ് റൊട്ടീൻസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. മോർണിംഗ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഫേസ് വാഷ് ചെയ്യും, മോയ്സ്ചറൈസർ ഇടും, സൺസ്ക്രീൻ ഇടും. ഈ മോർണിംഗ് മാത്രം സ്കിൻ കെയർ ചെയ്തുകൊണ്ട് നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആൻഡ് ഗ്ലോയി ആയിട്ട് വരില്ല. അതുപോലെ തന്നെ നമ്മൾ നൈറ്റ് ആണെങ്കിലും നമ്മൾ 24 hours നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് വെക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യുന്നത്. നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, അങ്ങനെ എല്ലാം. അതുപോലെ തന്നെ നമ്മൾ നൈറ്റിൽ ചെയ്യുന്ന മസ്റ്റായിട്ട് വേണ്ട ഒരു നൈറ്റ് ക്രീം ഒരു നൈറ്റ് മോയ്സ്ചറൈസിങ് ക്രീം എന്ന് പറയുന്നത്. നമ്മൾ നൈറ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അബ്സല്യൂട്ട്ലി ബെസ്റ്റ് ചോയ്സ് ആയിട്ടുള്ള ഒരു നൈറ്റ് ക്രീമാണ് ലോട്ടസിൻ്റെ വൈറ്റ് ഗ്ലോ.
എത്രയും നിങ്ങൾക്ക് ഈ പേര് കാണാൻ പറ്റുന്നു എന്ന് എനിക്കറിയില്ല. ഇവിടെ വെട്ടം കുറച്ച് കുറവാണ്. ഇതാണ് കേട്ടോ ലോട്ടസിൻ്റെ വൈറ്റ് ഗ്ലോ എന്ന് പറയുന്ന ഈ ഒരു ക്രീം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ തന്നെ നല്ലൊരു പാക്കേജിങ്ങിൽ വരുന്ന നല്ലൊരു പാക്കേജിങ് ആയിട്ട് എനിക്ക് പാക്കേജിങ് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് സ്മെല്ല് നമ്മുടെ നേരത്തെ പറഞ്ഞ മോയ്സ്ചറൈസറിനേക്കാളും നിങ്ങളുടെ മോയ്സ്ചറൈസറിനേക്കാളും കുറച്ചുകൂടെ കൂടിയ ഫ്രാഗ്രൻസാണ്. ഭയങ്കര ഒരു ഇറച്ച് നിൽക്കുന്ന ഒരു ഫ്രാഗ്രൻസാണ് കേട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ എനിക്ക് ആ ഫ്രാഗ്രൻസ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതും ഒരു ക്രീമി ടെക്സ്ചറാണ്. ഇത് പക്ഷേ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പിനും നല്ലതാണ്. കണ്ടോ, നന്നായിട്ട് ഈസി ആയിട്ട് അബ്സോർബ് ആകും. ആൻഡ് മോർ ഓവർ നല്ല നമുക്ക് ഓൺലൈനിൽ നിന്നും ഓഫ്ലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഓൺലൈനിലൊക്കെ ആണെങ്കിലും നല്ലൊരു റിവ്യൂ ഉള്ളൊരു പ്രൊഡക്റ്റും കൂടെ ഈ ലോട്ടസിൻ്റെ. ഇത് നമുക്ക് കുറച്ചുകൂടി സ്കിന്നൊരു ബ്രൈറ്റ് ആക്കാനായിട്ടും ഒരു ഗ്ലോയി ഫിനിഷൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റമാണിത്. അതായത് നമ്മുടെ സ്കിന്നിൽ അൺഈവൻ സ്കിൻ ടോണൊക്കെ മാറാനും ഒക്കെ ആയിട്ട് ഒത്തിരി സഹായിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ലോട്ടസിൻ്റെത്. എനിക്കൊത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്കിന്നൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ സമയത്ത് വാങ്ങിയൊരു ഐറ്റമായിരുന്നു ഇത്. അപ്പോൾ നൈറ്റൊക്കെ നമ്മൾ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് കിടക്കുവാണെങ്കിൽ ഞാനങ്ങനെ ഭയങ്കര വലിയൊരു സ്കിൻ കെയർ സ്റ്റെപ്പൊന്നും ഇപ്പോൾ ഫോളോ ചെയ്യാറില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും കുട്ടിയുടെ കാര്യം, വർക്ക്, അതിൻ്റെയൊക്കെ കൂടെ നമുക്ക് ഭയങ്കര വലിയൊരു സ്കിൻ കെയർ ജേണി ഒന്നും ഫോളോ ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല. സോ അപ്പം ഭയങ്കര മിനിമലായിട്ടുള്ള ഐറ്റം വെച്ചിട്ടാണ് ഞാൻ സ്കിൻ കെയർ ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിരുന്നു. ഞാൻ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്ത് ഇത് ഇട്ട് ലിപ്പ് ബാം കൊണ്ട് കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റമാണ് ലോട്ടസിൻ്റെ ഈ നൈറ്റ് ക്രീം. ലോട്ടസിൻ്റെ നൈറ്റ് ക്രീം എന്നല്ല, ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളവയാണ്. സോ അപ്പോൾ നമുക്ക് അടുത്ത ഐറ്റത്തിലോട്ട് പോവാം. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇതൊരു മോയ്സ്ചറൈസറാണ്, എങ്കിലും ഇതൊരു ഫാർമക്യൂട്ടിക് പ്രൊഡക്റ്റാണ്. ആക്ച്വലി ഇത് ഓൺലൈൻ സൈറ്റിൽ ആമസോണിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ബാക്കി സൈറ്റുകളിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഈ സാധനം. ഇത് ഞാൻ ഉപയോഗിച്ചു തുടങ്ങിയത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഉപയോഗിച്ചതാണ്. അതായത് ഞാൻ കേരളത്തിന് പുറത്താണ് പഠിച്ചത്. അപ്പോൾ അവിടുത്തെ നമ്മൾ പെട്ടെന്ന് നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ആവണമെന്നില്ല. നമ്മൾ പെട്ടെന്ന് നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തോട്ട് പോകുന്നു, അവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പം അങ്ങനെ ഒരു തണുത്ത ആ ഒരു അന്തരീക്ഷത്തിൽ എനിക്ക് എൻ്റെ സ്കിന്നിന് പെട്ടെന്ന് മൊത്തവും സ്കിൻ പീലിങ് വരാൻ തുടങ്ങി. ഫുള്ള് ഫേസൊക്കെ നമുക്ക് ജസ്റ്റ് ഫേസ് വാഷ് ചെയ്യാൻ പോലും പറ്റില്ല. അതായത് വെറുതെ ഇന്ന് വെള്ളം എടുത്ത് വാഷ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ പീലിങ് വന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്, ഭയങ്കര വേദനയും ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ വലിഞ്ഞു പിടിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഭയങ്കര വേദനയും പുകച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ ആദ്യം ഞാനൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അപ്പം ഈ ഡോക്ടറുടെ പ്രൊഡക്റ്റ് എഴുതി തന്നു. ഞാനത് വാങ്ങിച്ചു, അത് യൂസ് ചെയ്തു. പക്ഷേ എനിക്കതങ്ങ് വലുതായിട്ട് വർക്കൗട്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നാണ്, ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, നീ ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കൂ, നമുക്ക് നല്ലതായിരിക്കും എന്ന്. അങ്ങനെ ഞാൻ യൂസ് ചെയ്തൊരു ഐറ്റമാണ് ഡ്യൂ സോഫ്റ്റ് ക്രീം എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു മോയ്സ്ചറൈസിങ് ക്രീമായിട്ടും യൂസ് ചെയ്യാം കേട്ടോ, കാരണം ഇതൊരു മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, എനിക്കും ഇതിൻ്റെ സ്മെല്ല് വലിയ ഇഷ്ടമല്ല. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു. ഇതൊരു 1 വീക്ക് യൂസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് ചേഞ്ചായി. അതായത് എൻ്റെ സ്കിന്നിലുണ്ടായിരുന്ന ആ കംപ്ലീറ്റ് സ്കിൻ പീലിംഗ് ഒക്കെ മാറി, സ്കിന്നൊക്കെ പഴയതുപോലെയായി. ആ ഒരു നീറ്റലും പുകച്ചിലും വലിച്ചിലും ഒക്കെ മാറി നല്ല ക്ലിയറായി. അതുപോലെ നമുക്ക് നമ്മുടെ ബോഡി ഫുള്ളായിട്ട് വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാം. അതായത് നമുക്ക് ലെഗിലും ഹാൻഡ്സിലും ഒക്കെ അപ്ലൈ ചെയ്യാം. ഈ വരൾച്ചയും സ്കിന്നിലുണ്ടാകുന്ന ഈ വരൾച്ചയും ചൊറിച്ചിലും ഒക്കെ മാറാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊരു എന്താ പറയുക, ഓയിൽമെൻറ്റ്, ആ ഒരു ഓയിൽ നമ്മുടെ നമ്മൾ ഈ വേദനയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന ഓയിൽമെൻ്റ് ഇല്ലേ, അതിൻ്റെ ഒരു ടെക്സ്ചറാണ് ഇതിന് കേട്ടോ. അതിൻ്റെ ഒരു ടെക്സ്ചറാണ് ഇങ്ങനെ. ഇത്
ഇതിങ്ങനെ തേച്ച് കൊടുത്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പ്രൊഡക്ട്സും നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഞാനും ഇത് പാച്ച് ടെസ്റ്റൊക്കെ ചെയ്ത് എന്നിട്ടാണ് യൂസ് ചെയ്തതെങ്കിൽ എൻ്റെ സ്കിൻ ഓക്കെയാണ് എന്നറിഞ്ഞിട്ടാണ് ഞാനും നോക്കിയത്. ഞാനിത് സെർച്ച് ചെയ്തപ്പം ഇതിൻ്റെ ലിങ്ക് ആമസോണിലുണ്ടായിരുന്നു. ഞാൻ ആമസോണിൽ ആദ്യം വാങ്ങിച്ചു, ഇപ്പോൾ ഒന്നറിയില്ല, ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. സോ ഭയങ്കരമായിട്ട് യൂസ്, എസ്പെഷ്യലി ഈ തണുത്ത ക്ലൈമറ്റിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് അടിപൊളി സാധനമാണിത്. ഇത് ഒരെണ്ണം മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങിക്കണം എന്ന് ഞാൻ പറയും. കാരണം അത്രയ്ക്കും എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് ഇത് ഈ ഡ്യൂ സോഫ്റ്റ് എന്ന് പറയുന്ന ക്രീം. ഇത് എനിക്കൊന്ന് മെഡിക്കൽ സ്റ്റോഴ്സിലൊക്കെ, അല്ല മെഡിക്കൽ സ്റ്റോറിലും കിട്ടുന്നില്ല, ചില മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ വാങ്ങിക്കാനും കിട്ടും. എല്ലാ ആപ്സിലും ഒന്നും ഇത് അവൈലബിൾ അല്ല. സൂപ്പർ സാധനമാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ സ്മെല്ല് എനിക്കങ്ങോട്ട് പിടിച്ചില്ല. എനിക്ക് ഇതൊരു ഫാർമസി പ്രൊഡക്റ്റാണെന്ന് തോന്നുന്നല്ലോ, അതുപോലെ ഒരു മെഡിസിൻ്റെ ഒക്കെ സ്മെല്ലാണ് വരുന്നത്. മണമില്ലെങ്കിലും ഗുണം നല്ലതാണ്, നല്ലൊരു സാധനമാണിത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സ്കിൻ കെയർ പ്രൊഡക്ട്സാണ് പരിചയപ്പെടുത്തിയത്. ഞാൻ യൂസ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സാണ് ഞാൻ പരിചയപ്പെടുത്തിയതെല്ലാം. ആൻഡ് വൺ മോർ തിങ്, എല്ലാവർക്കും ഇത് സെയിം രീതിയിലായിരിക്കണം എഫക്റ്റ് തരുന്നതെന്നില്ല. പലർക്കും പല രീതിയിലുള്ള സ്കിൻ ടോൺ ആണ്, പല രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം എല്ലാവർക്കും ഇതിൽ ഭയങ്കര വ്യത്യാസമൊക്കെ വരും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റും ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്ത് കുറേ വട്ടം ഇപ്പോൾ പറഞ്ഞു. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പം ഞാൻ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തന്നു, നിങ്ങളത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് നെഗറ്റീവായിട്ട് ബാധിക്കുമ്പോൾ നെഗറ്റീവായിട്ട് ബാധിച്ചു എന്നറിയുമ്പോൾ അതെനിക്കും വിഷമാകും. സോ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എന്ത് യൂസ് ചെയ്താലും ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുക, അതിനുശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഞാൻ വേറൊരു ഐറ്റമാണ് പരിചയപ്പെടുത്തുന്നത്. ഇതൊരിക്കലും ഒരു സ്കിൻ കെയർ ഐറ്റം അല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റമാണ് ഇത്. ഞാൻ ഒത്തിരി മേക്കപ്പ് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ആളല്ല. ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റംസാണ് ഈ മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, ലിപ് ബാം, പിന്നെ ഞാൻ കണ്ണെഴുതും, പിന്നെ നമ്മുടെ മെയിനായിട്ട് ലിപ്സ്റ്റിക്ക്. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. പക്ഷേ ഞാൻ കുറച്ച് നാളായിട്ട് ഒരു 1 or 2 മന്തായിട്ട് നമുക്ക് എന്തെങ്കിലും ഒക്കേഷൻസിനൊക്കെ പോകുമ്പം, മാരേജ് ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പം എന്താ പറയുക, നമ്മുടെ ഫേസ് ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കണം എന്ന് നമുക്കൊരാഗ്രഹം കാണും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്യാൻ അറിയത്തുമില്ല. സോ അങ്ങനെ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചൊരു ഐറ്റമാണ് ഇത്. ലാക്മിയുടെ 9 to 5 ന്യൂ ലൈറ്റിംഗ് ക്രീമാണ്. അതായത് ഇത് നമുക്കൊരു ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാം, ഒരു മോയ്സ്ചറൈസറായിട്ടും യൂസ് ചെയ്യാം. ഞാൻ ഏതെങ്കിലും ഫങ്ഷൻസിനൊക്കെ പോകുമ്പം നമ്മുടെ മോയ്സ്ചറൈസറിൻ്റെ കൂടെ ഇച്ചിരി മിക്സ് ചെയ്ത് മോയ്സ്ചറൈസറായിട്ട് ഇടും. പിന്നെ ജസ്റ്റ് സൺസ്ക്രീനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഹൈലൈറ്ററായിട്ട് ഒരു ഇച്ചിരി അപ്ലൈ ചെയ്ത് കൊടുക്കും, ഹൈലൈറ്റ് ചെയ്യാനായിട്ട്. നമ്മുടെ ചീക്കും ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ഒരു ഗ്ലോയാണ് ഈ സാധനത്തിന്. എന്നുവെച്ചാൽ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ കിട്ടും, അതുപോലത്തെ ഒരു ഗ്ലോയാണ്. നല്ല എന്താ പറയുക, നമുക്ക് ഒരു മേക്കപ്പ് വേണ്ട, നമ്മുടെ ഫേസ് ഇങ്ങനെ എറിച്ച് നിൽക്കും, അതുപോലത്തെ ഒരു ഗ്ലോ തരുന്ന ഒരു അടിപൊളിയായിട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ ഇന്ന് നിങ്ങൾക്കിതും കൂടെ പരിചയപ്പെടുത്തി തരാമെന്ന്. കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതിനകത്തൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ, തീർന്നു. ഞാൻ യൂസ് ചെയ്ത് കണ്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് എത്ര കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇതിന് ഭയങ്കര ഒരു ഗ്ലോയാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഇച്ചിരി ഇട്ടിട്ടുണ്ട്. ആ ഒരു ഗ്ലോ കാണാനും ഉണ്ട്. നല്ല ഒരു എന്താ പറയുക, ഒരു സാറ്റേണായിട്ട് നമ്മുടെ ഫേസ് തന്നെ മാറി ഇതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ഞാനിപ്പം മെയിനായിട്ട് യൂസ് ചെയ്യുന്നൊരു മേക്കപ്പ് പ്രൊഡക്റ്റാണിത്, ലാക്മി 95 ന്യൂ ലൈറ്റിംഗ് ക്രീം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതും കൂടെ ഉൾപ്പെടുത്തണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. സോ അത് കാരണം മാത്രം കാണിച്ചതാണ് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടവരുടെ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടാവും, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സോ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ.